തൃശൂർ ചൊവ്വൂരിൽ നിയന്ത്രണം വിട്ട ബസ് വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി അപകടം. 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അപകടത്തിന് പിന്നാലെ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ, അമിത വേഗതയാണെന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്താണ് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില? വിശദാംശങ്ങൾ. പരിക്കേറ്റ 3 സ്ത്രീകളിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. പ്രേമ എന്ന ചൊവ്വന്നൂർ സ്വദേശിനിക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ തൃശൂർ കുറുക്കഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പ്രേമയുടെ മകൾ സൈന, അയൽവാസിയായ സംഗീത തുടങ്ങിയവർക്കാണ് പരിക്കേറ്റ. മറ്റുള്ളവർ സൈനയുടെ കൈക്കും കാലിനും പൊട്ടലുണ്ടായിട്ടുണ്ട്. ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഗീതയ്ക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ന്യൂറോ വിഭാഗത്തിലുള്ള ചികിത്സയിലാണ് ഇവർ. 3 പേരും തൃശ്ശൂരിലേക്ക് പോകുന്നതിനിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴാണ് ചൊവ്വൂരിൽ വെച്ച് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അല്ലസ എന്ന സ്വകാര്യ ബസ് ഈ ബസ് സ്റ്റോപ്പ് തകർത്തുകൊണ്ട് ഇവർ 3 പേരുടെയും ശരീരത്തിലേക്ക് പാഞ്ഞു കയറിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മുഴുവൻ ബസ്സുകളും, സ്വകാര്യ ബസ്സുകൾ പ്രത്യേകിച്ച് അമിത വേഗതയിലാണ് പോകുന്നത് എന്ന് കാട്ടി ജനങ്ങൾ വ്യാപകമായി പരാതി ഉന്നയിച്ചിരുന്നു. ഈ പരാതികൾ നിലനിൽക്കുമ്പോഴാണ് ഈ കനത്ത മഴക്കാലത്തും നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെ അമിത വേഗതയിലെത്തിയ മറ്റൊരു ബസ് കൂടി അപകടമുണ്ടാക്കുന്നത്. ഇതിനെതിരെ ഈ സംഭവത്തിന് പിന്നാലെ നാട്ടുകാർ ഓടിക്കൂടിയതോടുകൂടി ബസ്സിലെ ജീവനക്കാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ പിന്തുടർന്നെങ്കിലും പിടികൂടാനായിട്ടില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നാട്ടുകാർ തന്നെ ചേർന്നാണ് പരിക്കേറ്റ 3 പേരെയും അതിവേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പ്രേമയുടെ പരിക്ക്, തലയ്ക്കാണ് പരിക്കുള്ളത്. തലയ്ക്ക് പരിക്കേറ്റ പ്രേമയുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. മറ്റു 2 പേരുടെ പരിക്കും ഗുരുതരമാണെങ്കിലും അവർക്ക് ചികിത്സ നൽകി ആവശ്യമായ ചികിത്സകൾ വേഗത്തിൽ നൽകാനായി എന്നുള്ളതും ആശുപത്രി അധികൃതർ പറയുന്നു. ഏതായാലും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ദാരുണമായ അപകടം നടക്കുന്നത്. യാതൊരു നിയന്ത്രണവുമില്ലാതെ അമിത വേഗതയിലെത്തിയ ബസ് സ്റ്റോപ്പ് തകർത്ത് അവിടെ നിന്നിരുന്ന സ്ത്രീകളുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഏതായാലും കർശന നടപടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക വേണ്ടത് എന്നുള്ളതാണ് ജനങ്ങൾ പൊതുവായി ഉന്നയിക്കുന്ന ആവശ്യം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ രോക്ഷപ്രകടനവും ഉണ്ടായി. ഏതായാലും ബസ് ജീവനക്കാരെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. യുജീഷ്. ശരി.